മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എടാ, നീ ലേഖയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാം. അതേപോലെ തന്നെ ഞാൻ എൻ്റെ അവിടേക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും വരികയും ചെയ്യാം എന്നിങ്ങനെ പറയണേ കേട്ടോ. അതേസമയം സാഗർ പറയുന്നുണ്ട് അനന്ത് സാറിനും ഭയങ്കര വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ അനന്ത് പറയണ അതൊന്നും സാരമില്ല. അതേപോലെ ഞങ്ങൾ ജർമ്മനിയിലേക്ക് പോകുമ്പോഴേ ലേഖയുടെ വീട്ടുകാർക്ക് ഒരുപാട് വിഷമമായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ പോയി ഒരു 5-6 മാസമായപ്പോഴേക്കും അത് സെറ്റായി. അതുപോലെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ സെറ്റാക്കിക്കോളാം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ വീട്ടിലൊരു പ്രശ്നമൊന്നുമില്ല. അമ്മ ഇപ്പോൾ ഒരു ഭീകര ജീവിയൊന്നുമല്ല. ഇനി അവർ ഒരു തെറ്റും ചെയ്യില്ല. ഇനി അങ്ങനെ അവർ കരുണയും ഉണ്ണിയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പുറത്താണ്. പിന്നെ ഞാൻ അവരെ ജയിലിലാക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞല്ലോ അമ്മാവനെയും അവരെ, ഞാൻ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനി എൻ്റെ നിലപാടാണ്, ആരുടെ മുൻപിലും ഞാൻ ഇനി തോറ്റു കൊടുക്കില്ല. കാരണം ഞാൻ അവരെ എഴുന്നേറ്റ് നടന്നതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് നടക്കാതിരുന്നത് അവർക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇനി ഒരാളുടെ മുൻപിലും വേഷം കെട്ടുണ്ടാവില്ല. തെറ്റ് ചെയ്താൽ ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കും, അത് ആരാണെങ്കിലും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് കുഞ്ഞുമായിട്ട് മഹി ഇങ്ങനെ വരികയാണ് കേട്ടോ. സമയത്ത് മഹിയും ലേഖയും എല്ലാവരും വരികയാണ് കേട്ടോ. ലേഖയുടെ കയ്യിലായിരിക്കും കുഞ്ഞിരിക്കുന്നത്. എടി നൂല് കെട്ടുന്ന സമയത്തെങ്കിലും ആ കുഞ്ഞിനെ മഹിയുടെ കയ്യിൽ കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ മഹിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കണം കേട്ടോ. അവർ നൂല് കെട്ടിൻ്റെ സമയത്ത് എല്ലാവരും ഇരിക്കുന്ന നേരത്ത് തന്നെ മോഹിനി പറയും, എൻ്റെ മോൾക്ക് അവിടെയും വന്നിരിക്കാൻ പറ്റില്ല, അതേപോലെ ഇങ്ങനെ വിശേഷം അറിയിച്ചപ്പോൾ അവിടെയും പോയിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ അവളെ നോക്കിയത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അനന്ത് പറയുന്നുണ്ട്, അമ്മയ്ക്ക് മോളെ കല്യാണം കഴിച്ചതിന് ശേഷമല്ലേ അറിയുള്ളൂ, അതിനു മുമ്പും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു, ഞങ്ങൾ ഒരു വീട് പോലെ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ കുഞ്ഞിൻ്റെ നൂലുകെട്ട് നടത്തുകയാണ് കേട്ടോ. നൂലുകെട്ട് നടത്തിയതിന് ശേഷം മോഹിനി ഒരു അരഞ്ഞാണം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ അരഞ്ഞാണം കെട്ടണം എന്നിങ്ങനെ പറയുമോ. അത് കാണുമ്പോൾ കണ്ണൻ പറയും, അയ്യോ ഇത് അമ്മ തന്ന അരഞ്ഞാണമാണല്ലോ പറയും. അതെ, അവരെ ഒരുപാട് ആഗ്രഹിച്ച് തന്നതല്ലേ, അതുകൊണ്ട് ഇത് കെട്ടണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സാഗറിനും മഞ്ജുവിനും ഒന്നും വലിയ തൃപ്തിയില്ല കേട്ടോ. അത് കാണുമ്പോൾ കണ്ണൻ പറയണ്ടേ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഓരോരുത്തരും വന്നിട്ട് നൂലുകെട്ട് നടത്തുകയാണ് കേട്ടോ. ഓരോരുത്തരും ഓരോരോ സമ്മാനങ്ങളും ഒക്കെ കൊടുക്കുകയാണ് കുഞ്ഞിന് കേട്ടോ. അതേസമയം അവിടെ പ്രതാപൻ ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ. എൻ്റെ മോളെ ഞാൻ എന്ത് ചെയ്യും അമ്മേ, നമ്മൾ ജീവിച്ചിരിക്കുന്നതേ മോൾക്ക് വേണ്ടിയിട്ടാണ്, അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനിതിന് നിന്നത് എന്ന് പറയുന്നത് കേട്ടോ. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, എടാ പ്രതാപ, ഇനിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും കേട്ടോ, വേണോ, എനിക്ക് പേടിയാവണു പറയും. അതേ സമയത്ത് പ്രതാപം വിളിച്ച കുണ്ടങ്ങനെ വരികയാണ് കേട്ടോ. എന്താ എടാ എന്നിങ്ങനെ പറയുമ്പോൾ, ഇല്ല ഒരു സന്യാസിനി ഉണ്ട്, ആ സന്യാസിനി വരും, അവർ വന്നു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ വായുവിൽ നിന്നും ഇങ്ങനെ ഭസ്മം എടുക്കും, ആ ഭസ്മം തേച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റും കൊണ്ട് പരിപാടി കഴിയും എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം പ്രതാപ് അഡ്വാൻസും കൊടുത്തിട്ട് വിട്ടയക്കുകയാണ്. അവൻ എന്നിട്ട് പോവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ഇവിടെ നൂലുകെട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്വാമി ഇങ്ങനെ വരികയാണ് കേട്ടോ. ദിവ്യശക്തിയുള്ള സ്വാമി ഇങ്ങനെ വരികയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മുത്തശ്ശിയും മാർക്കവും കൂടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. ഭയങ്കര സന്തോഷമാണ് മുത്തശ്ശിക്ക് കേട്ടോ. മുത്തശ്ശി ഇങ്ങനെ പറയും, ആ കുഞ്ഞ് മഹാലക്ഷ്മി കഴിഞ്ഞ ജന്മത്തിൽ മഹാലക്ഷ്മിക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല, പക്ഷേ ഈ ജന്മത്തിൽ അതിന് പകരമാണ് അവൾക്കൊരു കുഞ്ഞ് കിട്ടിയത്. അവളെ ആ അയ്യപ്പനെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അവൾക്ക് പകുതി മനുഷ്യരും പകുതി ദൈവീക ശക്തിയുള്ള ഒരു കുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. ആ മോളെ ആർക്കും തകർക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അതേസമയം ആർക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞിനെ കാണണ്ടേ എന്നിങ്ങനെ ചോദിക്കും. ഞാൻ കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട്, നൂലുകെട്ട് നടത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, നീലാംബരി എന്നാണ് പേര് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാർക്കോയോട് ഭയങ്കര സന്തോഷത്തോടെ പറയുന്നു കേട്ടോ, മാർക്കോ നീ പ്രതാപൻ്റെ വീട് വരെ ഒന്ന് പോവേണ്ടി വരും, അത് അത്യാവശ്യമാണെന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ. പിന്നീട് നമ്മുടെ
കുഞ്ഞുമോൾക്ക് പേരിടുന്ന കാര്യം പറയണം കേട്ടോ. എന്തെങ്കിലും പേര് കണ്ടു വെച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, ഞാനൊരു പേരും കണ്ടിട്ടില്ല എന്നിങ്ങനെ കണ്ണം പറയും കേട്ടോ. അതേസമയം മഹാലക്ഷ്മി പറയും, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നിങ്ങൾക്കത് എന്ത് തോന്നി എന്നുള്ളത് എനിക്കറിയില്ല. ഞാനായി അമ്മയെ കാണാറില്ലേ, ആ ദിവ്യശക്തിയുള്ള അമ്മ, ആ അമ്മ പറഞ്ഞു ഒരു നീലാംബരി എന്നുള്ള പേരിടണം എന്നാണ് എന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ആ നല്ല പേരാണല്ലോ, നീലാംബരി എന്നുള്ള പേര് നല്ലതാണല്ലോ, എന്നാൽ നമുക്കത് ഇടാം എന്നിങ്ങനെ പറയണം കേട്ടോ. ആ ശരി എങ്കിൽ നീലുമോളെ എന്ന് വിളിക്കുകയും ചെയ്യാം എന്ന് പറയണം കേട്ടോ. പിന്നീട് കണ്ണെ കുഞ്ഞിൻ്റെ ചെവിയിൽ നീലാംബരി നീലാംബരി എന്നിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. 3 പ്രാവശ്യം പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഹരഹരോ പറഞ്ഞിട്ടൊരു സന്യാസിയുടെ സൗണ്ട് കേൾക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇവരെല്ലാവരും അങ്ങോട്ടേക്ക് നോക്കണം കേട്ടോ. ഇത് ആരാത് ഈ സമയത്ത് വരുന്നത് എന്ന് പറയണം കേട്ടോ. നോക്കുമ്പോഴേക്കും ഒരു സ്വാമി വരികയാണ് കേട്ടോ. അനന്തും സാഗറും പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ കുഞ്ഞിൻ്റെ ഒരു പരിപാടി നടക്കല്ലേ, അത് അറിഞ്ഞിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അവർ സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. അതേസമയം മോഹിനിയും ഇങ്ങനെ പറയുന്നുണ്ട്, ആ ദിവ്യശക്തിയുള്ള അമ്മയില്ലേ, ആ അമ്മ പറഞ്ഞയച്ചതായിരിക്കും പറയണം കേട്ടോ. ആ സ്വാമി എന്നിട്ട് ഇരുത്തുകയാണ് കേട്ടോ. ഞാൻ ഇരുന്നോട്ടെ, കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ എന്നിങ്ങനെ പറയണം കേട്ടോ. അവർ കുഞ്ഞിനെ കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞിനെ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കുഞ്ഞിനെ പറ്റി ഒരുപാട് പുകഴ്ത്തുകയാണ് കേട്ടോ. ആ നീലാംബരിയാണോ മോളുടെ പേര്, നീല വസ്ത്രങ്ങൾ തന്നെ ഇടണം, അവൾ വല്ല കോമ്പറ്റീഷനും എന്തിനും പോകുമ്പോൾ നീല വസ്ത്രങ്ങൾ തന്നെ ഇടുക, ഒരുപാട് ഭാഗ്യമുള്ള മോളാണ്, അതുപോലെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമുള്ള മോളാണ് എന്നെല്ലാം ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ആ സ്വാമിയെ. അതിനുശേഷം സ്വാമി മടിയിൽ വെച്ചിട്ട് ആകാശത്തുനിന്ന് ഭസ്മം പോലെ എടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ കഴുത്തിൽ മറുക് കാണുകയാണ്. ഇതെന്താ ഈ മറുക് എന്ന് പറയാണ്. അത് വിഷം നമ്മുടെ വയറ്റിൽ ചെന്നിരുന്നു, ആ വിഷത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ സ്വാമി പറയുന്നുണ്ട്, ഓഹോ വിഷം ഉണ്ടായിരുന്നിട്ടും ഇവള് മരിച്ചില്ല അല്ലേ, ഏതായാലും ശരി 5 മിനിറ്റ് കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ആ ഭസ്മം അങ്ങനെ ആകാശത്ത് നിന്ന് എടുക്കണ പോലെ എടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നുകയാണ് കേട്ടോ. ഓ സിദ്ധയായ സന്യാസിനിയാണ് എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അതേസമയം ദക്ഷിണ കൊടുക്കാൻ പറയണം കേട്ടോ മഹി. എനിക്ക് ദക്ഷിണയൊന്നും വേണ്ട, ഒരു വെള്ളി നാണയം തന്നാൽ മതി എന്ന് പറയണം. അതിനുശേഷം വെള്ളി നാണയം എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പറയും. വേണ്ട, സ്വാമിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കും. എനിക്ക് വീടൊന്നുമില്ല, ഞാൻ എവിടെയാണോ ജീവിക്കുന്നത് അവിടെ. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ വേണ്ട, ഞാൻ ആഴ്ചയിൽ 1 തവണയോ 2 തവണയോ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയട്ടെ. ഇവരെല്ലാവരും തൊഴുകയാണ് കേട്ടോ, ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട്. അതിനുശേഷം ആ സ്വാമി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. സ്വാമി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ 5 മിനിറ്റും കൊണ്ട് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിയും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പ്രതാപനോട് വിളിച്ച് പറയണം കേട്ടോ, അവൻ ഗുണ്ട വിളിച്ച് പറയണം കേട്ടോ, കാര്യങ്ങളൊക്കെ നടന്നു, ഇപ്പം എന്തായാലും നിങ്ങൾക്കൊരു വിവരം കിട്ടും, അതോടുകൂടി ക്ലോസായി എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശിയോട് പ്രതാപം പറയാണ്, അമ്മയെ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറയാൻ മുത്തശ്ശിക്ക് ആകെ പേടിയാകണം കേട്ടോ. ഇനി എന്തെങ്കിലും സംഭവിക്കുമെന്ന് എനിക്കിനി സഹിക്കാൻ പറ്റില്ല, എനിക്ക് പേടിയാവണു എന്ന് പറയുമ്പോൾ, എന്തിനാ പേടിക്കുന്നത്, എൻ്റെ മോള് സന്തോഷമായിരിക്കുമല്ലോ, ഞാൻ ആ കുഞ്ഞിനെ കൊന്നത് ഞാനാണെന്ന് ഏറ്റു പറയും, ഞാൻ വീണ്ടും ജയിലിലേക്ക് പോവും, അമ്മ പേടിക്കണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ആ സ്വാമി പുറത്തേക്ക് ഇങ്ങനെ വരികയാണ് കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ വഴിയിൽ കൂടെ നടക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയാണ് കേട്ടോ. ഇതെന്താ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ എന്നിങ്ങനെ പറയണം. പിന്നീട് സ്വാമി വിചാരിക്കണം, ഓ ആ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും, അതായിരിക്കും കരച്ചിൽ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് സ്വാമിക്ക് ഒരേ ചൊറിച്ചിലായിരിക്കും കേട്ടോ. ചൊറിഞ്ഞിട്ട് നിൽക്കക്കള്ളിയില്ലാതെ ചൊറിയാണ് കേട്ടോ. അതേപോലെ തന്നെ ആ ഗുണ്ടയ്ക്കും ചൊറിച്ചിലാണ്. അതേപോലെ തന്നെ പ്രതാപനും മുത്തശ്ശിക്കും ഒരേ ചൊറിച്ചിലാണ്. ഇത് എന്താ പറ്റിയ അമ്മേ, ഒരേ ചൊറിച്ചിലാണല്ലോ, നായക്കുറനെ എന്തെങ്കിലും ആയോ എന്നറിയോ, ഒന്ന് ചൊറിഞ്ഞതായോ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തിനാ ചൊറിഞ്ഞു തരുന്നത്, എനിക്കേ ചൊറിയാൻ വയ്യ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ അവർക്ക് 4 പേർക്കും. അതേസമയം ആ മുത്തശ്ശി മാർക്കോട് ഇങ്ങനെ ഒരേ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണ് ചോദിക്കുമ്പോൾ അവിടെ അവർക്കുള്ള പണിയൊക്കെ കിട്ടി. ഏതായാലും നീലാംബരി മോളല്ലേ, അവൾ അവർക്കുള്ള പണിയൊക്കെ കൊടുത്ത്, എന്തായാലും നീ ഒന്ന് പ്രതാപൻ്റെ അടുത്തേക്ക് പോയി എന്ന് പറയുകയാണ് കേട്ടോ. ഒരേ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ ആ മുത്തശ്ശി. അതേസമയം മഹാലക്ഷ്മിയും കുഞ്ഞും എല്ലാവരും കൂടിയിട്ട് അവർ സന്തോഷത്തോട് കൂടിയിട്ട് കുഞ്ഞിനെ ലാളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ശരി, അവർക്കുള്ള പണി ആ അമ്മ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.